ഡിയേഴ്സ്, ഇപ്പൊ സമയം രാത്രി ഒരു 7:15 ആയി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും എനിക്ക് വിശക്കുന്നേ എന്റെ വയറ് വിളിക്കാൻ തുടങ്ങി. പതിവില്ലാത്തതാണ് ഈ പരിപാടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാമെന്ന്. നിങ്ങളെ കൊണ്ട് പറ്റുമോ ഓംലെറ്റ് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ? പക്ഷെ എന്നെ കൊണ്ട് പറ്റൂ കേട്ടോ. എങ്ങനെയാന്നല്ലേ ഇപ്പൊ കാണിച്ചു തരാം. ഒരു പാൻ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക എന്നതാണ് ചടങ്ങ്. പക്ഷേ കടുക് ഞാനിവിടെ ഒഴിവാക്കി കേട്ടോ. പകരം സവാള, ഇഞ്ചി, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില, നുള്ളിപ്പിന്നി ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വയറ്റിക്കോ. നിർത്ത്, ഇത്രയും കരിക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് നന്നായിട്ട് വയറ്റിയെടുത്താൽ മതി. അതിനുശേഷം വീട്ടിലുള്ള എല്ലാ പൊടികളും, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല പ്ലസ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുക. ഇനിയും വയറ്റാൻ നിന്നാൽ കരിഞ്ഞുവും. സംഭവം ഇത്രയും മതി. അതിനുശേഷം ഒരു മുട്ട എടുക്കുക. അതിൻ്റെ അകത്തേക്ക് പച്ചമുളക്, തേങ്ങ, ഉപ്പ്, നേരത്തെ ഉപ്പിട്ടതല്ലേ, അതെ, മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇടുക കേട്ടോ. ശ്രദ്ധിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ പണി പാളുന്നേ. അതിനുശേഷം ഇത്തിരി കലാവിരുത്തൊക്കെ വേണം കേട്ടോ. ഇതിനെ നമുക്ക് നല്ലോണം റൗണ്ട് ഷേപ്പാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ടയും ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, സെറ്റായി. ഫൈനൽ ലുക്ക് ഇതുപോലെ കിട്ടണം. ഇതാണ് അടുത്തൊരു പരിപാടി. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. പിന്നല്ല, സംഭവം സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ചോറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക, അത്ര തന്നെ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഈ ഒരൊറ്റ മുട്ട പൊരിച്ചത് കൊണ്ട് നമുക്ക് വയറ് നിറച്ച് ചോറ് തിന്നാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. എന്നിട്ട് അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.